അൾത്താരയിൽ ദീപം തെളിഞ്ഞ് വർണ്ണാഭയെങ്ങും പരന്നു. ലോകത്തിൻ പ്രത്യാശയാ പ്രകാശം മാനവനുണർവായി പടർന്നു. അൾത്താരയിൽ ദീപം തെളിഞ്ഞ് വർണ്ണാഭയെങ്ങും പരന്നു. ലോകത്തിൻ പ്രത്യാശയാ പ്രകാശം മാനവനുണർവായി പടർന്നു. ലോകത്തിൻ പ്രത്യാശയാ പ്രകാശം മാനവനുണർവായി പടർന്നു. പുതിയൊരു ജന്മത്തിനായി സ്നേഹത്തിൻ ലോകത്തിനായി, പുതിയൊരു ജന്മത്തിനായി സ്നേഹത്തിൻ ലോകത്തിനായി നിൻ സുതങ്ങളണഞ്ഞിടുന്നു. തൃപ്പാദീനം പ്രശിരസ്കരായി നിൻ സുതങ്ങളണഞ്ഞിടുന്നു. തൃപ്പാദീനം പ്രശിരസ്കരായി അൾത്താരയിൽ ദീപം തെളിഞ്ഞു വർണ്ണാഭയെങ്ങും പരന്നു. ലോകത്തിൻ പ്രത്യാശയാ പ്രകാശം മാനവനുണർവായി പടർന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങയോടും കൂടെ. മിശിഹായ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കത്തോലിക്ക തിരുസഭ ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഉൾപ്പെടുന്ന ഈശോ സഭ എന്നറിയപ്പെടുന്ന കോൺഗ്രിഗേഷന്റെ തിരുനാളാണിന്ന്. വിശുദ്ധ ഇഗ്നേഷ്യസ് കത്തോലിക്ക ആത്മീയതയിലേക്ക് മുന്നോട്ട് വച്ച ഒരുപാട് ആശയങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 2 ആശയങ്ങളുണ്ട്. ഈശോ സഭയുടെ തന്നെ ആപ്തവാക്യമായ ആദ് മജോരെ ദെയി ഗ്ലോറിയ, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ഗോഡ്, എല്ലാം ദൈവത്തിൻ്റെ ഉപരി മഹത്വത്തിനായി. രണ്ടാമതായി മാജിസ്. മാജിസ് എന്ന വാക്കിൻ്റെ അർത്ഥം മോർ അഥവാ കൂടുതൽ എന്നതാണ്. എന്തു ചെയ്യുമ്പോഴും അത് ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി ചെയ്യുക. നിങ്ങൾ പാട്ടുപാടുകയാണോ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുക. നിങ്ങൾ പാചകം ചെയ്യുകയാണോ, അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന എന്ത് പ്രവൃത്തിയും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുക എന്നതാണ് ഇഗ്നേഷ്യസ് മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം മാജിസ്. എന്തു ചെയ്യുമ്പോഴും നമ്മുടെ കഴിവിൻ്റെ പരിധികൾ നിൽക്കാതെ കഴിവിനേക്കാൾ കവിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഏതൊരു പ്രവൃത്തിയും ഏറ്റവും മനോഹരമാക്കാനുള്ള 2 ആപ്തവാക്യങ്ങളാണ്. ഇന്നേ ദിനം ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരൽപ്പം കൂടി സ്നേഹത്തോടെ അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യാനും, എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കഴിവിൻ്റെ പരിധികൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാം ദൈവത്തിന് വേണ്ടിയാണല്ലോ എന്നോർത്തുകൊണ്ട് മനോഹരമായി ചെയ്യാനും ഇന്നേ ദിനം നമുക്ക് ശ്രമിക്കാം. ഒപ്പം പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നേ ദിനം നാം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കിഴത്തിങ്കൽ മാർസലി ജോർജ്, ത്രേസ്യ ജോർജ്, മുഴങ്ങുന്തറ വാറി ഫ്രാൻസിസ്, വാറി തോമസ്, കൈനിക്കാട്ട് വറുത് ജോസഫ്, ഫിലോമിന എന്നിവരുടെ ആത്മശാന്തിക്കായ, അതോടൊപ്പം ഇന്നേ ദിനം 7ാം ചരമദിനം ആചരിക്കുന്ന ചിറ്റങ്കോട്ട് ജോർജിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയും. സർവശക്തനായ ദൈവത്തോടും
സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിന്റെ വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്ന ഞങ്ങൾ ആ സ്വർഗീയ നീരുറവയിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കുവാൻ അർഹരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളതാണ്. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് യൂദ രാജാവായ യോസിയായുടെ മകൻ യെഹോയാക്കീമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട്. കർത്താവ് അരുൾ ചെയ്യുന്നു, നീ ദേവാലയങ്ങളിൽ ചെന്നു നിന്ന് കർത്താവിന്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദാദാസരോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക. ഒരു വാക്കുപോലും വിട്ടുകളയരുത്. അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവർത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും. നീ അവരോട് പറയുക, കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ശീലോ പോലെയാക്കും. ഈ നഗരം ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും. ദേവാലയത്തിൽ വെച്ച് ജെറമിയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു. ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടി. അവർ പറഞ്ഞു, നീ മരിച്ചേ മതിയാകൂ. ഈ ആലയം ശീലോ പോലെയാകും, ഈ നഗരം വിജനമാകും എന്ന് നീ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചതിന് ജനം മുഴുവൻ ദേവാലയത്തിൽ അവന്റെ ചുറ്റും കൂടി. കർത്താവിന്റെ വചനം. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എന്റെ തലമുടി ഇഴയേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമറിയണമേ. അങ്ങയെപ്പറ്റിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്തതും. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്റെ മേൽ നിപതിച്ചു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരവരണമേ. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരവരണമേ. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരവരണമേ. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവിന്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട വചനം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവിനും കൂടെ. മത്തായി
അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെയും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവന് ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ നീ സ്തുതി. അപ്പവും വീഞ്ഞുമീയൻ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടെ സ്വീകരിച്ചപ്പോൾ ആശീർവദിക്കൂ തമ്പുരാനേ. അപ്പവും വീഞ്ഞുമീയൻ താരയിൽ നൽകാൻ കർത്താവേ ഞങ്ങളിതാ വരുന്നു. ആനന്ദത്തോടെ സ്വീകരിച്ചപ്പോൾ ആശീർവദിക്കൂ തമ്പുരാനേ. ആശീർവദിച്ചങ്ങി കാഴ്ചദ്രവ്യങ്ങൾ അറിവോടെ ഞങ്ങൾക്കു നൽകിടുമ്പോൾ അത് ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. അത് ദിവ്യകാരുണ്യമാണെന്ന വിശ്വാസം ഞങ്ങൾക്കു നൽകണേ തമ്പുരാനേ. സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നതിന്റെ സ്തുതിക്ക് വഹിക്കും. നമ്മുടെ സഭാകളുടെ നന്മയ്ക്കുമായി അങ്ങേക്ക് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഹൃദയത്തിലെ അവാച്യമായ സ്നേഹം കടാക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരവും ആയിത്തീരട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവി. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കുരിശിൽ ഉയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മയനീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും സഭയുടെ കൂദാശ നിർഗളിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിൽ നിന്ന് ചോരയും നീരുകയും ചൊരിയുകയും ചെയ്തു. അങ്ങനെ രക്ഷകന്റെ തുറന്ന വിലാവിലേക്ക് ആകർഷിക്കപ്പെട്ട് ആ നിരുവയിൽ നിന്ന് എല്ലാവരും സന്തോഷപൂർവ്വം നിരന്തരം പാനം ചെയ്യുന്നുണ്ട്. ആകയാൽ എല്ലാ വിശുദ്ധരോടും മാലാഖമാരോടും കൂടെ അവിരാമം ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിച്ച് പാടി സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകും.
ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന് ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പ് ഞങ്ങളേക്ക് പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണം. ദാസനായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കഴിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധ കന്യകാമറിയത്തോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപകൽപ്പിതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ
ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദുഃഖം വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വീട്ടിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അവരെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. തേനൊഴുകും പാലൊഴുകും നാടാണെൻ്റെ വീട്. ഞാനവിടെ ചെന്നൊടുവിൽ സാനന്ദം വാടിയിടും. വേദനയോ യാതനയോ കാണുകയില്ലവിടെ. വേദനയോ യാതനയോ കാണുകയില്ലവിടെ. കൂരിരുളോ പാഴ്നിഴലോ
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിന്റെ കൂദാശ ഞങ്ങളെ ദിവ്യസ്നേഹത്താൽ തീക്ഷ്ണത ഉള്ളവരാകട്ടെ. അതുവഴി അങ്ങേ പുത്രനിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെട്ട് സഹോദരങ്ങളിൽ അവിടുത്തെ ദർശിക്കാൻ വേണ്ട അറിവ് ഞങ്ങൾ സമ്പാദിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി വരിച്ചവനെ, എരിയും സ്നേഹത്താൽ ഹൃദയസുരം കുരിശിൽ മക്കൾക്കായി തുറന്നവനെ, കരയും മാനവർക്കാശ്വാസമായി തളരും മാനവർക്കഭയമായി, ഇരുളിൽ മേവുന്ന കൊടി വിതറും കരുണാമയനവൻ തിരുഹൃദയം, വരുവിൻ ഭാരങ്ങൾ വഹിപ്പവരെ, വരുവിൻ ക്ലേശങ്ങൾ സഹിപ്പവരെ, വരുവിൻ ആഭയപീഡിതരെ, അരുളാമഭയം ജ്ഞാനവരതം, സകജനാജീവനെ ഭൂമിപ്പതിൽ കവിയുന്ന സ്നേഹവാക്കുള്ളു പാരിൽ, കരളിൽ വേദന തിങ്ങുമ്പോഴും ഹൃദയം തുറന്നു താൻ സ്വീകരിപ്പൂ, നിറയും സ്നേഹത്താൽ കുരിശിലേറി മരണം മർത്യർക്കായി വരിച്ചവനെ, എരിയും സ്നേഹത്താൽ ഹൃദയസുരം കുരിശിൽ മക്കൾക്കായി തുറന്നവനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷ നൽകുവാനായി സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, അങ്ങ് നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ രക്ഷിക്കുകയും തന്റെ ദിവ്യഹൃദയത്തിലെ അനന്ത നിക്ഷേപങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ചെയ്ത പുത്രനായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, അങ്ങ് നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങളെ പരിപാലിക്കുകയും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെട്ട് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമേ, അങ്ങ് നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളോടുള്ള അഗാധമായ സ്നേഹത്താൽ അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയം നിരന്തരം തുടിക്കുന്നുവല്ലോ. ആ ദിവ്യഹൃദയത്തിൽ നിക്ഷിപ്തമായ സ്നേഹസമ്പത്ത് കാരുണ്യപൂർവ്വം ഞങ്ങളിൽ ചൊരിയുവാനും അങ്ങ് തിരുമനസ്സായല്ലോ. ആ തിരുഹൃദയത്തെ ഭക്ത്യാദരപൂർവ്വം വണങ്ങുന്ന ഞങ്ങൾ രക്ഷാകര ഫലങ്ങൾ എന്നും അനുഭവിക്കുവാൻ അനുഗ്രഹം വരണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ പ്രാർത്ഥന. മനുഷ്യവർഗത്തിന്റെ നേരെ കൃപയും അനുഗ്രഹവും ചൊരിയുന്ന ഈശോയുടെ അത്ഭുത ഹൃദയമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായിക്കുവാനും ആപത്തുകളിൽ സംരക്ഷിക്കുവാനും ദുഃഖങ്ങളിൽ ആശ്വസിപ്പിക്കുവാനുമായി അങ്ങേ ഹൃദയത്തിന്റെ എരിയുന്ന അനുഗ്രഹത്താൽ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും എന്നരുൾ ചെയ്യുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ഭാഗ്യവതിയായ മർഗരീത്ത മറിയത്തോട് അങ്ങ് വെളിപ്പെടുത്തിയ വാഗ്ദാനങ്ങൾ വഴിയായി ഞങ്ങളുടെ സകല ആവശ്യങ്ങളെല്ലാം കൃപാസാഗരമായ ഉറപ്പുള്ള ആശ്രയവും വറ്റാത്ത സങ്കേതവുമായി വാഴുന്നുവല്ലോ. ആകയാൽ അനുഗ്രഹങ്ങളുടെയും സ്നേഹ
വിധിയായ അങ്ങേ ഹൃദയത്തിൽ എന്റെ അപേക്ഷകൾ ഞാൻ സമർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ ഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം. കോവിഡ്-19 കഷ്ടത അനുഭവിക്കുന്ന എല്ലാ രോഗികൾക്കു വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയും എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വെള്ളക്കെട്ടിനാലും കടൽക്ഷോഭത്താലും വെള്ളപ്പൊക്കത്താലും കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ ദിവ്യഹൃദയമേ, കനിവാർന്ന എന്നെ ശ്രവിക്കണമേ. എനിക്കായി അങ്ങ് ദിവ്യഹൃദയം തുറക്കണമേ. സഖ്യവൂസിന്റെ ഭവനത്തിൽ അങ്ങ് വർഷിച്ച രക്ഷയുടെ ദാനത്തിലും കാനായിലെ അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിലും ഞങ്ങളെയും അവകാശങ്ങളാക്കണമേ. ജീവിതകാലത്ത് അങ്ങ് പ്രവേശിച്ച ഭവനങ്ങളിലും അങ്ങേ തൃപ്പാദത്തിലെത്തിയ പാപികളിലും ദൈവദാനങ്ങൾ ധാരാളമായി വർഷിച്ചതുപോലെ പൂർണ്ണമായി അങ്ങേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ സമൂഹത്തിലും അങ്ങേ വത്സര മക്കളായ ഞങ്ങൾ ഓരോരുത്തരിലും കനിവുണ്ടായി ഞങ്ങൾ യാചിക്കുന്ന നന്മകൾ കൽപ്പിച്ചു തരണമെന്ന് അങ്ങേ വത്സര മാതാവിന്റെ വിമല ഹൃദയം വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ നിത്യനുമായ സർവേശ്വര, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തെ പാപികളുടെ പേരിൽ അവിടുന്ന് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരയാഗത്തെയും ദുർഗം പാർത്ത് അങ്ങേ കൃപയാചിക്കുന്നവർക്ക് സൗഖ്യവും ശാന്തിയും ആത്മീയ വരങ്ങളും നൽകി അരുളണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുഹൃദയത്തിന്റെ ചാരേ ഉരുകുന്ന മനസ്സുകളോടെ നിറയുന്ന മിഴികളുമായി നിൽക്കുന്നു നിൻ മക്കൾ ഞങ്ങൾ. മോക്ഷകവാടം തുറക്കും ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിലെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവസ്തിരൂപനായ നല്ല തമ്പുരാന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. സങ്കീർത്തകൻ തന്റെ ജീവിതാനുഭവം കൊണ്ട് ലോകത്തിന് മുൻപിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നത് നമ്മൾ ഓർത്തെടുക്കുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന കർത്താവിന്റെ മഹിമയെ ഞാൻ ആനന്ദത്തോടെ സ്തുതിക്കുന്നു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം ഉയർന്നു നിൽക്കുന്ന കർത്താവിന്റെ അനന്തമഹത്വത്തെ ഞാൻ ആനന്ദത്തോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സ്തുതിയും പുകഴ്ചയും അർപ്പിക്കുന്ന ആരാധനയുടെ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ സുദിനത്തിന്റെ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളയുടെ ധ്യാനാത്മക ചിന്ത കൂടെ നമ്മൾ പ്രാർത്ഥനയിൽ ചേർത്ത് എടുക്കുകയും എല്ലാം ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി നിന്റെ വാക്കും പ്രവൃത്തിയും നിന്റെ നിലപാടുകളുമൊക്കെ ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി വലിയൊരു ആത്മശോധനയിലേക്കാണ് വിശുദ്ധൻ നമ്മെ ക്ഷണിക്കുക. ആരാധനയുടെ ഈ പുണ്യ നിമിഷത്തിൽ നിന്റെ നിലപാടുകൾ എന്തായിരുന്നു? നിന്റെ വാക്കും പ്രവൃത്തികളുമൊക്കെ എപ്രകാരമായിരുന്നു? ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി നിലനിൽക്കേണ്ടത്, ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി നാവ് ചലിപ്പിക്കേണ്ടത് ദൈവത്തിനോ നിനക്കോ നിന്റെ സൗകര്യങ്ങൾക്കോ വേണ്ടിയാണ് നിലനിന്നിട്ടുള്ളത്. ഒരു തിരിച്ചുവരവിന് വേണ്ടി കർത്താവ് നമ്മെ ക്ഷണിക്കുന്ന ദിവസമാണ് ഇത്. ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മനുഷ്യന്റെ വളർച്ച ഉന്നതങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ഉന്നതങ്ങളിലേക്കാണ്. കിടന്നുകൊണ്ട് ജനിക്കുന്ന മനുഷ്യൻ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ശിരസുയർത്തി കർത്താവിന്റെ പക്കലേക്ക് വളർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുക, അവസാനത്തെ കിടപ്പ് വരെ. ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് കർത്താവിന് നിന്റെ ജീവിതത്തിന്റെ നാൾവഴികളിലൂടെ പോയി മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടത്, മണ്ണിന്റെ ഗന്ധമുണ്ടെന്ന് ഓരോ നിമിഷവും ഓരോ ദിവസവും വളരുന്നത് വീട്ടിലേക്കാണ്. വിശുദ്ധിയുടെ സ്വർഗസുഗന്ധത്തിലേക്ക് നിന്റെ ജീവിതത്തെ നീ എത്തിപ്പിച്ചു നിർത്തണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. മണ്ണിന്റെ മണമുള്ള നിന്നിൽ നിന്നും വീടിന്റെ കുന്തുരുക്കത്തിന്റെ സുഗന്ധമുള്ള വിശുദ്ധിയുടെ മനുഷ്യനായി മാറാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു. ഈ ഒരു യാത്രയുടെ നടുവിലെത്തി നിൽക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രവാചകൻ നൽകുന്നുണ്ട്. പ്രവാചകൻ ഒരിക്കൽ ദൈവത്താൽ നടക്കുവാൻ ക്ഷണിക്കപ്പെടുകയും അവൻ നടക്കുന്നതാകട്ടെ കുശവന്റെ പണിപ്പുരയിലേക്ക്. കുശവന്റെ പണിപ്പുരയിലേക്ക് എത്തിച്ചേരുന്ന പ്രവാചകൻ കാണുന്നത് അവിടെ കുശവൻ വിലയില്ലാത്ത മണ്ണെടുത്ത് വിലയുള്ള പാത്രങ്ങളാക്കി മെനഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും വില കുറഞ്ഞ മണ്ണാണ് ചെളിമണ്ണ് എന്ന് നമുക്കറിയാം. ഒട്ടും വിലയില്ലാത്ത ഒരു മണ്ണ്, അത് പാത്രമായി രൂപപ്പെടുമ്പോഴാണ് മണ്ണിന് പോലും വിലയുള്ളതായി മാറുന്നത്. കുശവന്റെ കയ്യിലേക്ക് വിലയില്ലാത്ത കളിമണ്ണ് എത്തിപ്പെടുമ്പോൾ
അത് കുശവൻ തൻ്റെ ഇഷ്ടം പോലെ മെനഞ്ഞെടുത്ത് ചുട്ടെടുത്ത് നൽകുമ്പോൾ അതിന് വിലയുള്ളതായി മാറുന്നു. ദൈവം ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇസ്രായേലേ, നീ ഇപ്രകാരം വിലയില്ലാത്തൊരു കളിമണ്ണ് പോലെയായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ നീയറ്റപ്പെട്ടപ്പോൾ അത് വിലയുള്ളതായി മാറി. പിന്നെയും ഞാൻ അതിനെ എൻ്റെ ഇഷ്ടം പോലെ മെനഞ്ഞെടുത്തപ്പോൾ, ഒരു നല്ല പാത്രമാക്കി മെനഞ്ഞെടുക്കുമ്പോൾ അതിന് കൂടുതൽ വിലയുള്ളതായി മാറുന്നു. ഏതോ നിമിഷം കുശവന്റെ കയ്യിലിരുന്ന് പൊട്ടിപ്പോകുന്ന മൺപാത്രങ്ങളുണ്ട്. പൊട്ടിപ്പോകുമ്പോൾ വീണ്ടും കുശവൻ തൻ്റെ ഇഷ്ടം പോലെ അതിനെ മെനഞ്ഞെടുക്കുന്നതായി വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. കുശവന്റെ കയ്യിൽ ഇടറാതെ കുതിരാതെ നിലനിൽക്കാൻ സാധിക്കുമ്പോഴാണ് മണ്ണിന് വിലയുള്ളതായി മാറുന്നത്. നീയും ഒരു പിടി മണ്ണാണെന്ന് ഓർത്തുകൊള്ളു. മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ്. നിന്റെ ജീവിതത്തിന്റെ നാൾവഴികളിൽ കർത്താവ് നിന്നെ മെനഞ്ഞെടുക്കുകയാണ്. വിണ്ണിന്റെ സുഗന്ധം ഉണ്ടാകുന്നതിന് വേണ്ടി, നിനക്ക് വിലയുണ്ടാകുന്നതിന് വേണ്ടി. കുശവന്റെ കയ്യിലിരുന്ന് അടർന്നു പോകുന്ന കളിമണ്ണ് പോലെ ദൈവമാകുന്ന നിന്റെ സൃഷ്ടാവിന്റെ കയ്യിൽ കുതിറിയിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ വില നഷ്ടപ്പെട്ടു പോകും. എല്ലാം ദൈവത്തിന്റെ ഉപരിമഹത്വത്തിനായി നീ ചെയ്യുമ്പോൾ നിന്റെ ജീവിതത്തിന് വിലയുണ്ടാകുമെന്ന് ഈശോ വീണ്ടും വീണ്ടും നന്മ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിലൂടെ. ജീവിതത്തിന്റെ ധ്യാനം ആരംഭിക്കേണ്ട സമയമാണ്, ഇടമാണ്. നമ്മൾ നോക്കണം, വെറുമൊരു കളിമണ്ണായിരുന്നു ഞാൻ പോലും അറിയാതെ, ഞാൻ ആഗ്രഹിക്കാതെ, എൻ്റെ മാതാപിതാക്കൾ പോലും ആഗ്രഹിക്കാത്ത നിമിഷങ്ങളിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെ അറിഞ്ഞ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ കരങ്ങളിൽ സംഭവിച്ച് രൂപപ്പെടുത്തി ലോകത്തിലേക്ക് അയച്ചവനാണ് എന്നെ. ഓരോ നിമിഷവും എന്നെ മെനഞ്ഞെടുക്കുകയായിരുന്നു അവിടുന്ന്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച എന്നെ അവിടുന്ന് നിരന്തരമായി തന്റെ കരങ്ങളിൽ സംഭവിച്ചു. അങ്ങനെ മെനഞ്ഞെടുത്ത് സെമിനാരിയിൽ എത്തിച്ചു വിശുദ്ധ പൗരോഹിത്യത്തിന്റെ മഹനീയമായ അനുഗ്രഹത്താൽ അലങ്കരിച്ചു. എന്നിട്ടും നിന്റെ ജീവിതം കർത്താവിന്റെ കയ്യിൽ ഇടർന്നതായിട്ടാണ് നിലനിൽക്കുക. ഓരോ വ്യക്തിയും അവനവന്റെ ജീവിതാന്തസ്സത്തിൽ നിന്നുകൊണ്ട് ജീവിതത്തെ പരിശോധിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. കുശവന്റെ കയ്യിൽ മെനഞ്ഞെടുക്കപ്പെട്ട കളിമൺ പാത്രം ഉടഞ്ഞു പോകാതെ നിന്റെ ജീവിതത്തെ കാത്തെടുക്കേണ്ടത് നിന്റെ കടമ. നിന്റെ ജീവിതത്തെ വിശുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നിനക്ക് സാധിക്കണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഈ വിശുദ്ധ നിമിഷത്തിൽ. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ധ്യാനാത്മകമായ ജെറമ്യ പ്രവാചകന്റെ മനസ്സോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് ഗായിക സംഘത്തോട് ചേർന്ന് നമുക്കിന്ന് ഇങ്ങനെ പാടാം. കർത്താവെ, ഞാൻ വെറും ഒരു പിടി മണ്ണ്, നിന്റെ കയ്യിലെ മണ്ണ്, നിനക്ക് ഇഷ്ടം പോലെ നീ അതിനെ മെനഞ്ഞെടുത്തു കൊള്ളുക. എൻ്റെ ഇഷ്ടമല്ല കർത്താവ്, എൻ്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല കർത്താവ് ഞാൻ രൂപപ്പെടുന്നത്, മറിച്ച് നിന്റെ വിശുദ്ധമായ മനസ്സിൽ നീ എന്നെക്കുറിച്ച് കണ്ട സ്വപ്നത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ നീ ഒന്ന് മെനഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പാടാം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമുക്ക് പാടാൻ പ്രാർത്ഥിക്കാം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. ഇഷ്ടമാം രൂപം എനിക്കേകുയെന്നാഥ, എന്നെ നീ മെനഞ്ഞെടുക്കൂ നിൻ തിരുകരവിരുതാൻ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. എന്നെ സൃഷ്ടിച്ച എൻ്റെ സൃഷ്ടാവിൻ്റെ ഉപരിമഹത്വത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോഴുണ്ടാവുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഭാവമാണ് ദൈവമേ. ഞാൻ വെറുമൊരു സൃഷ്ടി. വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത് പോലെ മണ്ണോളം താഴ്ന്നു നിൽക്കേണ്ട ഞാൻ വിണ്ണിൻ്റെ നാഥന്റെ കൈകളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ എത്തിച്ചു നിർത്തുമ്പോഴാണ് വിണ്ണിൻ്റെ മഹത്വത്തിലേക്ക് എൻ്റെ ജീവിതം എത്തിപ്പെടുന്നതിന് സാധിക്കുന്ന വിധത്തിൽ എൻ്റെ വിശുദ്ധിയുടെ രൂപമുണ്ടാകും. ഞാൻ ആഗ്രഹിക്കാതെ ആണെങ്കിൽ പോലും എൻ്റെ ദൈവമേ, പലപ്പോഴും നിന്റെ കരങ്ങളിൽ ഞാൻ ഇടറുന്നുണ്ട്, കുതിർന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ പ്രകാരം സൂചിപ്പിക്കുന്നുണ്ട്, ദൈവമേ, ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പലപ്പോഴും ചെയ്തു പോകുക. അതാണ് എൻ്റെ ബലഹീന ഭാവം എന്ന് പറയുന്നത്.
ഈ ഒരു എളിയ ഭാവം നിന്റെ ജീവിതത്തിൽ നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിൽ ഇറുകിയിരിക്കാനുള്ള ഭാവം നിനക്കുണ്ടാകും, നിനക്ക് താനെ ജനിക്കും. പലപ്പോഴും നിന്റെ ജീവിതത്തിന്റെ അഹങ്കാരങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ കുതറാൻ നിന്നെ പ്രേരിപ്പിക്കുമ്പോൾ നീ ഓർക്കണം, ദൈവമേ, വിലയില്ലാത്തൊരു മണ്ണ് മാത്രമാണ് നിന്റെ കരങ്ങളിൽ വില കണ്ടെത്താൻ എന്നെ അനുഗ്രഹിക്കണമേ, നിനക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്നെ ഒന്ന് രൂപപ്പെടുത്തി എടുക്കണമേ എന്നുള്ളൊരു ഭാവം ജീവിതത്തിൽ ജനിക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ താഴ്മയുള്ളവനായി ജീവിക്കാൻ നിനക്ക് സാധിക്കും. ഇല്ലെങ്കിൽ ദൈവം നൽകിയ ദാനങ്ങളിലെ ദാനങ്ങൾ കൊണ്ട് പോലും നീ അഹങ്കരിച്ച് നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ചു കളയാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നിനക്ക് ദൈവം നൽകി രൂപം നൽകിയിട്ടുള്ള വിശുദ്ധമായ നിന്റെ വിശ്വാസ ജീവിതത്തെ തകർത്ത് കളയുന്ന വിധത്തിൽ പൊട്ടിപ്പോകുന്ന മൺകുടം പോലെ നിന്റെ ജീവിതം തകർത്ത് കളയാനിടയുണ്ട്. ജാഗ്രത വേണമെന്നാണ് ഈശോ ഓർമ്മപ്പെടുത്തുന്നത്. എവിടെയും കരുണ കാണിക്കുന്നവരാണ് കർത്താവ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോ സൂചിപ്പിച്ചതുപോലെ നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുക. നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടി തന്നെയാണ് ഞാൻ വന്നിരിക്കുക. ഏതെങ്കിലും നിമിഷത്തിൽ കർത്താവിന്റെ കരങ്ങളിൽ ഇരുന്ന് നീ രൂപപ്പെടുന്നതിന് പകരം വിണ്ടുകീറിപ്പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും രൂപം നൽകുന്നതിൽ തന്നെയാണ് ഞാൻ വന്നിരിക്കുക. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ടകന്നു പോയതിനെ തോളിലേറ്റി ചുംബനങ്ങൾ നൽകി വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കാരുണ്യവാനായ കർത്താവ് അതിരാവിലെ നമ്മുടെ അടുത്തായി എന്നെ ലക്ഷ്യം വെച്ച്, നിന്നെ ലക്ഷ്യം വെച്ച് ഇവിടെയുണ്ട്. നീ നിന്റെ ജീവിതത്തെ ഒന്ന് കണ്ടെത്തുക. നീ മണ്ണിന് ഇഷ്ടപ്പെട്ട വിധത്തിലോ വിണ്ണിന് ഇഷ്ടപ്പെട്ട വിധത്തിലോ നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദൈവത്തിന്റെ കരങ്ങളിലാണ്, അതോ നീ നിന്റെ സ്ഥാനങ്ങൾ മാറ്റിവെച്ച് നാശത്തിന്റെ വഴിയിൽ നീ സഞ്ചരിക്കുന്നുണ്ടോ? മടങ്ങി വരാൻ ഈശോ നിന്നെ ക്ഷണിക്കുന്നു. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ എളിമയുള്ളവനാകുക. നമുക്ക് പാടാം വിശ്വാസത്തോടെ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് ഈശോയെ ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാത്രം നീ എന്നെ മെനഞ്ഞെടുക്കുക. നിന്റെ ഇഷ്ടത്തിന് വിപരീതമായ വിധത്തിൽ ലോകത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച്, എന്റെ സ്വാർത്ഥതയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്നെ മെനഞ്ഞെടുക്കാൻ ഞാൻ വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ ലോകത്തിന്റെ അഭിവാഞ്ചകൾക്കനുസരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഉള്ളിലെ എളിമയുടെ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഈശോ ആശീർവദിക്കപ്പെടും. സംഘത്തോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പാടാം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ, ഞാൻ നിന്റെ കയ്യിൽ ഒരു പിടി മണ്ണ് മാത്രം. നീ എന്നെ മെനഞ്ഞെടുക്കുക, നീ എന്നെ ആശീർവദിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം, ആരംഭിക്കാം. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാഥാ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാഥാ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. ഇഷ്ടമാം രൂപം എനിക്കേകുയെന്നാഥാ, എന്നെ നീ മെനഞ്ഞെടുക്കൂ നിൻ തിരുകരവിരുതാൻ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാഥാ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാഥാ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. ഇഷ്ടമാം രൂപം എനിക്കേകുയെന്നാഥാ, എന്നെ നീ മെനഞ്ഞെടുക്കൂ നിൻ തിരുകരവിരുതാൻ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ നാഥാ, ഞാൻ നിൻ സന്നിധിയിൽ എളിമയോടെ. നമ്മെ മെനഞ്ഞെടുത്ത് പരിപാലിക്കുന്ന പരിശുദ്ധ പരമാത്മകാരുണ്യത്തിന്, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരിശുദ്ധ പരമാത്മകാരുണ്യത്തിന്, ജീവനും പുനരുദ്ധാനവുമായ പരിശുദ്ധ പരമാത്മകാരുണ്യത്തിന്, ഈശോയുടെ ഉപരിമഹത്വത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ കർത്താവിന് വേണ്ടി നിലനിൽക്കുമെന്ന വാഗ്ദാനത്തോടെ കരങ്ങൾ കൂപ്പി ഈശോയ്ക്ക് അല്പം കൂടെ സ്നേഹത്തോടെ ഒരു സ്തുതി ചൊല്ലി ഈശോ ആരാധിക്കാൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആരാധനയുടെ സ്തുതിഗീതം അർപ്പിതമാകും തിരുഹൃദയം. ആരാധന
പിതാ